എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് ജീവിതത്തിൽ എത്രയും വേഗത്തിൽ സെറ്റ് ആകണം എന്നുള്ളത് അല്ലേ. എത്രയും വേഗം പ്രവാസിയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം പ്രവാസി ജീവിതമൊക്കെ അവസാനിപ്പിക്കണം, നാട്ടിലെത്തണം, കുടുംബത്തോടൊപ്പം ജീവിക്കണം, നാട്ടുകാരോടൊപ്പം ജീവിക്കണം, ആഘോഷങ്ങൾ പങ്കെടുക്കണം. ഇതൊക്കെ എല്ലാവരുടെയും ഒരു കോമൺ ആഗ്രഹങ്ങളാണ്. ഒരു 90% ആളുകൾക്കെങ്കിലും ഈ ഒരു ആഗ്രഹം ഉണ്ടാവും, പ്രത്യേകിച്ച് ഗൾഫിലുള്ള പ്രവാസികൾക്ക്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഒരു നിലയിൽ എത്താൻ സാധിക്കാറില്ല അല്ലേ. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിങ്ങിൽ പ്രശ്നം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മളൊന്ന് സേവ് ചെയ്ത് വരുമ്പോഴായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ വരുന്നത്. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോവുക. അതിനുശേഷമാകും ഒരു വർഷം കഴിയുമ്പോഴാകും നാട്ടിലേക്ക് ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതൊക്കെ എടുത്ത് നമ്മൾ ടിക്കറ്റ് വാങ്ങിക്കണം, പർച്ചേസിങ് നടത്തണം. നാട്ടിലെ ഒരു മാസത്തെ ചിലവ് ഒരു പക്ഷേ വീണ്ടും കടം വാങ്ങിച്ചിട്ടായിരിക്കും പലരും തിരിച്ച് പ്രവാസത്തിലേക്ക് വരുന്നത്. ഇതിലൊരു മാറ്റം വരണ്ടേ? നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ഇതേ ഒരു ഫോർമാറ്റ് പിന്തുടരുകയാണ്. സാലറി കിട്ടുന്നു, നാട്ടിലയക്കുന്നു, കുറച്ച് കയ്യിൽ വെക്കുന്നു, വീണ്ടും അടുത്ത മാസം സാലറി കിട്ടുന്നു, ചിലവാകുന്നു, ഇടയ്ക്ക് എവിടെന്നെങ്കിലും ടൈറ്റ് ആകുമ്പോൾ എവിടെന്നെങ്കിലും ക്യാഷ് വാങ്ങിച്ച് റോള് ചെയ്യുന്നു, ആ കടം തീർക്കുന്നു, അങ്ങനെ അടുത്ത വെക്കേഷൻ എത്തുന്നു. ഇതിനിടയിൽ പലരും ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ നാട്ടിലൊരു വീട് വെച്ചിട്ടുണ്ടാകാം, അത് വെക്കാത്തവരും ഒരുപാട് പേരുണ്ടാകാം, ഒരു മുറ്റത്തൊരു കാറും വാങ്ങിച്ചിട്ടുണ്ടാവും. ഇതൊന്നും നമ്മുടെ ക്യാഷ് ആവില്ല, പലപ്പോഴും ബാങ്കിൻ്റെ ക്യാഷ് ആവും അല്ലേ. ബാങ്കിൽ നിന്ന് തന്ന ലോണിൻ്റെ ഒരു പിൻബലത്തിലാകാം നമ്മളെല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാണ്? എൻ്റെ സാലറി ഇത്രയല്ലേ ഉള്ളൂ, ഇതിനകത്ത് ഇനി എന്ത് മാറ്റം വരുത്താനാണ് എന്നാണ് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അപ്പോൾ സാലറി എന്നുള്ളതല്ല ശരിക്കും ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ മൈൻഡാണ്. ഒരു 10,000 രൂപ കിട്ടുന്ന ആൾക്ക് 1000 രൂപ മിച്ചം പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾക്കിനിയും 1,00,000 രൂപ കിട്ടിയാൽ അതിൽ നിന്നൊരു 10,000 രൂപയും മാറ്റിവെക്കാൻ സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് 1 കോടി കിട്ടിയാലും അതിൽ നിന്ന് 10,00,000 രൂപ മാറ്റിവെക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ചെലവാക്കണം എന്നുള്ള കാര്യം മാത്രമേ മൈൻഡ് പഠിപ്പിക്കൂ. ഒരിക്കലും സേവ് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ മൈൻഡ് കൊണ്ടുപോകില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഓരോ മാസവും സേവ് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം വന്നാൽ തീർച്ചയായിട്ടും ആ മാസം ചിലവ് കൂടും. ഇല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ടെൻഡൻസി നമ്മുടെ മൈൻഡ് നമുക്ക് തരും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എന്ത് പറയുന്നത്, എല്ലാ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ആദ്യം ക്യാഷ് സേവ് ചെയ്യണം, ശേഷം ചിലവാക്കണം. ആദ്യത്തെ 1-2 മാസം വലിയ ബുദ്ധിമുട്ടായിരിക്കും, എങ്ങനെ നടക്കുമെന്ന് ആലോചിക്കും, പക്ഷേ നമുക്ക് ചെയ്തേ പറ്റൂ, മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്നേ. ഇനിയിപ്പോൾ സാലറി അങ്ങ് കുറഞ്ഞു എന്ന് വിചാരിച്ചോ, നമ്മൾ ജീവിക്കില്ലേ? അതേപോലെ ആദ്യം ഒരു 25,000 സാലറി കിട്ടുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്നൊരു 2,000 റുപ്പീസ് നമ്മൾ എല്ലാ മാസവും മാറ്റി വെക്കണം. എത്രയാണ്? 2,000. ഒരു 10% താഴെയാണ് ഞാൻ പറഞ്ഞ എമൗണ്ട്. അത് മാറ്റി വെക്കുക. അതിനുശേഷം 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്നും ചെയ്തു തുടങ്ങാം. പക്ഷെ ആദ്യത്തെ മാസം ഈ 10% ഞാൻ മാറ്റി വെക്കുമെന്ന് ദൃഢപ്രതിജ്ഞ അല്ലെങ്കിൽ മനസ്സിനോട് തന്നെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും എക്സ്പെൻസ് കൂടും, നമ്മൾ അതിലേക്ക് പോകും. അപ്പോൾ നിലവിൽ ലോൺ ഉണ്ടാവാം, നാട്ടിൽ ചിലവ് പ്രശ്നങ്ങളാവാം, ഈ കിട്ടുന്ന ക്യാഷ് തന്നെ തികയുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ സാലറി കുറച്ചു എന്ന് വിചാരിച്ചോളൂ, നമ്മൾ ജീവിക്കില്ലേ? അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. ഈ 10% മാറ്റി വെച്ച് തുടങ്ങുക. ശേഷം നമുക്ക് 1 by 1 ആയിട്ട് എങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠിക്കണം. അതിന് തീർച്ചയായിട്ടും ഈ ചാനലിൽ കൂടി ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് പഠിക്കാം.